KSRTC എന്ന് പറയുന്ന നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിന് കേരളത്തിലെ 14 ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും സമാനമായ രീതിയിലുള്ള കവറേജും ആ നിലയിലുള്ള സാന്നിധ്യവും ഉണ്ടാകുക എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സർ, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകൾ, മലബാർ ജില്ലകൾ എന്ന് നമ്മൾ പറയുന്ന ജില്ലകൾ പല കാര്യങ്ങളിലും സംസ്ഥാന ശരാശരിയേക്കാൾ കുറഞ്ഞ വികസന അനുഭവങ്ങൾ ഉള്ള ജില്ലകളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സർ, കഴിഞ്ഞ 10 വർഷമായി വടക്കൻ ജില്ലകളിൽ നിന്നാണ് കേരളത്തിന്റെ ഭരണ നേതൃത്വം ഉണ്ടാകുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ റീജിയണൽ ഇംബാലൻസ് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പൊതുഗതാഗത സംവിധാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സർ, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. സർക്കാർ ഓഫീസുകളുടെ സാന്നിധ്യം എടുത്തു നോക്കിയാൽ, ആശുപത്രികളുടെ എണ്ണം എടുത്തു നോക്കിയാൽ, ഹയർ സെക്കൻഡറിയുടെ സീറ്റുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ, നമ്മുടെ PWD റോഡുകളുടെ ലെങ്ത് എടുത്തു നോക്കിയാൽ, ആ റോഡുകളിൽ എത്ര എണ്ണം BMNBC ചെയ്ത് ഉന്നത നിലവാരത്തിലെത്തിയിട്ടുണ്ട് എന്ന് എടുത്തു നോക്കിയാൽ, ഇതിലൊക്കെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളും തമ്മിൽ വലിയൊരു അന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സർ. കേരള പിറവിക്ക് ശേഷം 10-65 വർഷം കഴിഞ്ഞിട്ടും ഈ റീജിയണൽ ഇംബാലൻസ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് അതീവ ഗുരുതരമായിട്ടൊരു ജനാധിപത്യ പ്രശ്നമായി തന്നെ നമുക്ക് കാണാൻ കഴിയേണ്ടതായിട്ടുണ്ട് സർ. KSRTCയുടെ തന്നെ കാര്യം എടുത്തു നോക്കിയാൽ, KSRTCക്ക് 28 ഡിപ്പോകൾ കേരളത്തിലുള്ളതിൽ വടക്കൻ ജില്ലകളിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 5 ഡിപ്പോകളാണുള്ളത് സർ. സബ് ഡിപ്പോകൾ 41 എണ്ണമാണ് KSRTCക്ക് ഉള്ളത്. എന്നാൽ വടക്കൻ ജില്ലകളിലുള്ളത് വെറും 8 എണ്ണം മാത്രമാണ്. ബാക്കി 33 എണ്ണവും 7 ജില്ലകളിലാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 8 എണ്ണം മാത്രമാണ് ഉള്ളത് സർ. ഓപ്പറേറ്റിംഗ് സെന്ററുകൾ KSRTCക്ക് 18 എണ്ണമാണ് ആകെയുള്ളത്. അതിൽ വെറും 4 എണ്ണം മാത്രമാണ് ഈ വടക്കൻ ജില്ലകളിലുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അടിയന്തരമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വടക്കൻ ജില്ലകളിലേക്ക് കൂടുതൽ KSRTC ഡിപ്പോകൾ അനുവദിക്കണം. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA മാർ സാധാരണഗതിയിൽ 1-2 ബസ് ഷെഡ്യൂളുകൾക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കാറുണ്ട് സർ. അത് പോരാ. വടക്കൻ ജില്ലകളിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കൂടുതൽ ഡിപ്പോകൾ അനുവദിക്കണം. അവിടെ നിന്ന് കൂടുതൽ ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഗ്രാമങ്ങളിലേക്ക് KSRTC കടന്നു ചെല്ലണം. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് ആ KSRTCയിലെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വനിതകൾക്ക് ദിവസവും ജോലിക്ക് പോകാനും വരാനും കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവണം സർ. ഇത് അടിയന്തരമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടണമെന്ന് ഈ സഭയുടെ മുമ്പാകെ ഞാൻ ആവശ്യപ്പെടുകയാണ്.